ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു നോളജ് സെൻറ്റർ. ഇന്നത്തെ നമ്മുടെ SCERT ക്ലാസ്സിൽ നമുക്ക് 5ാം ക്ലാസ്സിലെ ബേസിക് സയൻസ് പാർട്ട് 2 ആണ് പഠിക്കാനായിട്ട് പോകുന്നത്. ബേസിക് സയൻസ് പാർട്ട് 1-ൽ 4 ചാപ്റ്റേഴ്സ് ആയിരുന്നു ഉണ്ടായിരുന്നത്. അത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് പാർട്ട് 2 നോക്കാം. പാർട്ട് 2-ൽ ഇതുപോലെ തന്നെ 4 ചാപ്റ്റേഴ്സ് ആണുള്ളത്. ഇതിലെ 5ാമത്തെ ചാപ്റ്ററായ കയ്യെത്തും ദൂരത്ത് ആകാശം എന്നുള്ള ചാപ്റ്ററാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത്. അത്യാവശ്യം പഠിക്കാനൊക്കെ പോയിന്റ്സ് ഉള്ളൊരു ചാപ്റ്ററാണിതും. അതുകൊണ്ട് തന്നെ ഞാൻ എല്ലാ ക്ലാസ്സിലും പറയുന്നത് പോലെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ നോട്ട് ചെയ്ത് പഠിക്കണേ. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടപ്പെട്ടെന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങൾ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഈ 5ാമത്തെ ചാപ്റ്ററിൻ്റെ പേരാണ് കയ്യെത്തും ദൂരത്ത് ആകാശം. ആകാശം നിറയെ കഥകളാണ്. ഇനി കഥകൾക്കപ്പുറം എന്നൊരു ഹെഡിങ് കൊടുത്തിട്ടുണ്ട്. പ്രാചീന കാലം മുതൽ തന്നെ ആകാശം മനുഷ്യർക്ക് അത്ഭുതമായിരുന്നു. ആകാശ കാഴ്ചകളെ പറ്റി ആളുകൾ ധാരാളം കഥകൾ ഉണ്ടാക്കുകയും പ്രചരിപ്പിക്കുകയൊക്കെ ചെയ്തിരുന്നു. തങ്ങൾക്ക് അറിയാത്തതും വിശദീകരിക്കാനാവാത്തതുമായ കാര്യങ്ങളെപ്പറ്റി കഥകൾ ഉണ്ടാക്കുക മനുഷ്യ സ്വഭാവമാണ്. അടുത്തതായിട്ട് ഒരു നക്ഷത്രക്കൂട്ടത്തിൻ്റെ ചിത്രം കൊടുത്തിട്ടുണ്ട്. ആകാശത്ത് കാണുന്ന ഈ നക്ഷത്രക്കൂട്ടത്തിലെ ഓരോ നക്ഷത്രത്തെയും പരസ്പരം ബന്ധിപ്പിച്ചാൽ ഒരു പെൺകുട്ടിയുടെ രൂപം സങ്കല്പിക്കാം. ഇതൊരു രാജകുമാരിയാണെന്നും അവരെ ചങ്ങലയിൽ ബന്ധിപ്പിച്ചിരിക്കുകയാണെന്നും കഥ ഗ്രീക്കുകാർക്കിടയിൽ പ്രചാരത്തിലുണ്ടായിരുന്നു. ആൻഡ്രോമിഡ എന്നായിരുന്നു ആ രാജകുമാരിയുടെ പേര്. ഇതേ പേരിലാണ് ഈ നക്ഷത്രക്കൂട്ടം. അടുത്തത് ആൻഡ്രോമിഡയുടെ കഥ എന്ന് കൊടുത്തിട്ടുണ്ട്. എത്യോപ്യയിലെ സെഫ്യൂസ് രാജാവിൻ്റെയും കാസിയോപ്പിയ രാജ്ഞിയുടെയും മകളായിരുന്നു ആൻഡ്രോമിഡ. അതിസുന്ദരിയായ ആൻഡ്രോമിഡ ദേവതകളെക്കാൾ സുന്ദരിയാണെന്ന് കാസിയോപ്പിയ അഹങ്കരിച്ചിരുന്നു. കാസിയോപ്പിയയുടെ അഹങ്കാരം തീർക്കാൻ പോസിഡോൺ ദേവൻ എത്യോപ്യയെ ആക്രമിക്കാനായി സീറ്റസ് എന്ന രാക്ഷസനെ അയച്ചു. രാജ്യത്തെ രക്ഷിക്കാനായി സെഫ്യൂസ് രാജാവ് മകളായ ആൻഡ്രോമിഡയെ ബലി നൽകാൻ തയ്യാറായി. ഇതിനായി കടൽ തീരത്തെ പാറയിൽ ആൻഡ്രോമിഡയെ കെട്ടിയിട്ടു. പിന്നീട് പേസ്യൂസ് എന്ന വീരൻ സീറ്റസിനെ വധിക്കുകയും ആൻഡ്രോമിഡയെ രക്ഷിച്ച് വിവാഹം കഴിക്കുകയും ചെയ്തു. ഇതാണ് ആൻഡ്രോമിഡയുടെ കഥ. ആൻഡ്രോമിഡയുടെ കഥയോട് സമാനമായ കഥകൾ ഇന്ത്യൻ, ചൈനീസ്, അറബ് സംസ്കാരങ്ങളിലുമുണ്ട്. എന്നാൽ കഥകൾക്കപ്പുറം യാഥാർത്ഥ്യം എന്തെന്ന് അന്വേഷിച്ച ആളുകളും ഉണ്ടായിരുന്നു. അവരാണ് ജ്യോതിശാസ്ത്രജ്ഞർ. ഗലീലിയോയും കോപ്പർനിക്കസും ന്യൂട്ടണുമൊക്കെ ഇവരിൽ ചിലരാണ്. ഇന്ത്യയിൽ ആര്യഭടൻ, ഭാസ്കരാചാര്യൻ തുടങ്ങിയ ജ്യോതിശാസ്ത്രജ്ഞർ ഉണ്ടായിരുന്നു. പണ്ട് നക്ഷത്രങ്ങളെ നിരീക്ഷിച്ചവർ അടുത്തടുത്തുള്ള നക്ഷത്രങ്ങളെ കൂട്ടിച്ചേർത്ത് ചില രൂപങ്ങൾ സങ്കല്പിച്ചതും അതത് പ്രദേശത്തെ ഐതിഹ്യങ്ങളിലെ കഥാപാത്രങ്ങളുടെ പേരുകൾ നൽകിയതും നക്ഷത്രങ്ങളെ വേഗത്തിൽ തിരിച്ചറിയാൻ വേണ്ടിയായിരുന്നു. നക്ഷത്രങ്ങളുടെ സ്ഥാനവും കാലാവസ്ഥയും തമ്മിലുള്ള ബന്ധം അവർ നിരീക്ഷിച്ച് മനസ്സിലാക്കി. വരൾച്ച, മഴ, നദികളിൽ വെള്ളപ്പൊക്കമുണ്ടാകുന്ന കാലം എന്നിവ നക്ഷത്രങ്ങളുടെ സ്ഥാനവുമായി ബന്ധിപ്പിച്ച് മനസ്സിലാക്കിയിരുന്ന കർഷകർ ഈ വിവരങ്ങൾ കൃഷിക്കായിട്ട് ഉപയോഗപ്പെടുത്തി. കൂടാതെ സഞ്ചാരികൾക്ക് ദിക്ക് മനസ്സിലാക്കാനും നക്ഷത്രങ്ങളുടെ സ്ഥാനം സഹായിച്ചു. അതായത് വരൾച്ച, മഴ, നദികളിൽ വെള്ളപ്പൊക്കമുണ്ടാകുന്ന കാലം എന്നിവ നക്ഷത്രങ്ങളുടെ സ്ഥാനവുമായി ബന്ധിപ്പിച്ച് മനസ്സിലാക്കിയിരുന്ന കർഷകർ ഈ വിവരങ്ങളൊക്കെ കൃഷിക്കായിട്ട് ഉപയോഗപ്പെടുത്തി എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ കൂടാതെ സഞ്ചാരികൾക്ക് ദിക്ക് മനസ്സിലാക്കാനും നക്ഷത്രങ്ങളുടെ സ്ഥാനം സഹായിച്ചു. മരങ്ങൾ വളർന്നു നിൽക്കുന്നതും പക്ഷികളും വിമാനങ്ങളും പറക്കുന്നതും മേഘങ്ങൾ ഒഴുകി നീങ്ങുന്നതുമെല്ലാം ഭൂമിയുടെ അന്തരീക്ഷത്തിലാണ്. ചന്ദ്രനും സൂര്യനും നക്ഷത്രങ്ങളും ഒക്കെയുള്ളത് ബഹിരാകാശത്താണ്. ഭൂമിയുടെ അന്തരീക്ഷത്തിന് പുറത്തുള്ള വായുരഹിതമായ സ്ഥലമാണ് ബഹിരാകാശം. നോട്ട് ചെയ്യണേ, ഭൂമിയുടെ അന്തരീക്ഷത്തിന് പുറത്തുള്ള വായുരഹിതമായ സ്ഥലമാണ് ബഹിരാകാശം. അപ്പോൾ ഭൂമിയുടെ അന്തരീക്ഷത്തിന് പുറത്തുള്ള വായുരഹിതമായ സ്ഥലമാണ് ബഹിരാകാശം. അടുത്തതായിട്ട് കുറച്ച് ആകാശഗോളങ്ങളുടെ ചിത്രം കൊടുത്തിട്ടുണ്ട്. ഏറ്റവും മുകളിലായിട്ട് കൊടുത്തത് ആൽഫ സെന്റോറി എ. 16 ലക്ഷം ഭൂമിയെ ഉൾക്കൊള്ളാവുന്ന വലിപ്പം, ഭൂമിയിൽ നിന്ന് 40 ലക്ഷം കോടി കിലോമീറ്റർ അകലെ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആൽഫ സെന്റോറി 16 ലക്ഷം ഭൂമിയെ ഉൾക്കൊള്ളാവുന്ന വലിപ്പം ഇതിന്. അതുപോലെ ഭൂമിയിൽ നിന്ന് 40 ലക്ഷം കോടി കിലോമീറ്റർ അകലെയാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. രണ്ടാമതായിട്ട് സൂര്യന്റെ ചിത്രമാണ് കൊടുത്തിട്ടുള്ളത്. 13 ലക്ഷം ഭൂമിയെ ഉൾക്കൊള്ളാവുന്ന വലിപ്പമുണ്ട്. അതുപോലെ ഭൂമിയിൽ നിന്ന് 15 കോടി കിലോമീറ്റർ അകലെ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. സൂര്യൻ എന്താണ്? 13 ലക്ഷം ഭൂമിയെ ഉൾക്കൊള്ളാവുന്ന വലിപ്പവും ഭൂമിയിൽ നിന്ന് 15 കോടി കിലോമീറ്റർ അകലെയാണ് സൂര്യൻ സ്ഥിതി ചെയ്യുന്നത്. മൂന്നാമതായിട്ട് കൊടുത്തിട്ടുള്ളത് ഭൂമിന്റെ ചിത്രമാണ്. ഭൂമി 50 ചന്ദ്രനെ ഉൾക്കൊള്ളാവുന്ന വലിപ്പമാണ് ഭൂമിക്കുള്ളത്. 50 ചന്ദ്രനെ ഉൾക്കൊള്ളാവുന്ന വലിപ്പമാണ് ഭൂമിക്കുള്ളത്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ, നോട്ട് ചെയ്യണേ. ചിലപ്പോൾ സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ ആയിട്ട് വരാൻ സാധ്യത ഉണ്ട്. അടുത്തത് ചന്ദ്രന്റെ ചിത്രമാണ്. ഭൂമിയിൽ നിന്ന് 3.84 ലക്ഷം കിലോമീറ്റർ അകലെയാണ് ചന്ദ്രനുള്ളത്.
ഭൂമിയിൽ നിന്ന് 3.84 ലക്ഷം കിലോമീറ്റർ അകലെയാണ് ചന്ദ്രൻ സ്ഥിതി ചെയ്യുന്നത്. അടുത്ത ഹെഡിംഗ് ആണ് വേട്ടക്കാരൻ. ഡിസംബർ മാസത്തിൽ സന്ധ്യാസമയത്ത് കിഴക്കൻ ചക്രവാളത്തിൽ കാണാവുന്ന നക്ഷത്രഗണമാണിത്. ഇതിലെ നക്ഷത്രങ്ങളെ തമ്മിൽ യോജിപ്പിച്ചാൽ ഒരു വേട്ടക്കാരന്റെ രൂപം സങ്കല്പിക്കാനാവും. ഗ്രീക്കുകാർ അവരുടെ ഐതിഹ്യത്തിലെ വേട്ടക്കാരനായ ഓറിയോണിന്റെ പേരാണ് ഈ നക്ഷത്രഗണത്തിന് നൽകിയിരിക്കുന്നത്. അപ്പോൾ വേട്ടക്കാരൻ എന്ന നക്ഷത്രഗണം എപ്പോഴാണ്? ഡിസംബർ മാസത്തിലെ സന്ധ്യാസമയത്ത് കിഴക്കൻ ചക്രവാളത്തിൽ കാണാവുന്ന നക്ഷത്രഗണമാണ് വേട്ടക്കാരൻ നക്ഷത്രഗണം. ഇതിലെ നക്ഷത്രങ്ങളെ തമ്മിൽ യോജിപ്പിച്ചാൽ ഒരു വേട്ടക്കാരന്റെ രൂപം സങ്കല്പിക്കാനാവും. ഗ്രീക്കുകാർ അവരുടെ ഐതിഹ്യത്തിലെ വേട്ടക്കാരനായ ഓറിയോണിന്റെ പേരാണ് ഈ നക്ഷത്രഗണത്തിന് നൽകിയിരിക്കുന്നത്. അടുത്തൊരു നക്ഷത്രഗണമാണ് സപ്തർഷികൾ. ദൂരദർശിനിയുടെ സഹായമില്ലാതെ ഏപ്രിൽ മാസത്തിൽ വടക്കൻ ചക്രവാളത്തിൽ വ്യക്തമായി നിരീക്ഷിക്കാൻ കഴിയുന്ന നക്ഷത്രഗണമാണിത്. 7 നക്ഷത്രങ്ങളെ വ്യക്തമായി കാണാവുന്നതിനാലാണ് ഈ കൂട്ടത്തിന് ഇന്ത്യയിൽ സപ്തർഷികൾ എന്ന പേര് വന്നത്. വലിയ തവിയുടെ രൂപം സങ്കല്പിച്ച് യൂറോപ്യൻ രാജ്യങ്ങളിൽ ബിഗ് ഡിപ്പർ എന്നും ഇതിന് പേര് നൽകിയിട്ടുണ്ട്. അർസ മേജർ എന്ന നക്ഷത്രഗണത്തിന്റെ ഭാഗമായാണ് ഇത് കാണപ്പെടുന്നത്. അപ്പോൾ സപ്തർഷികൾ എന്നാണ് കാണുന്നത്? ഏപ്രിൽ മാസത്തിൽ വടക്കൻ ചക്രവാളത്തിൽ വ്യക്തമായി നിരീക്ഷിക്കാൻ കഴിയുന്ന നക്ഷത്രഗണമാണ് സപ്തർഷികൾ. 7 നക്ഷത്രങ്ങളെ വ്യക്തമായി കാണാവുന്നതിനാലാണ് ഈ കൂട്ടത്തിന് ഇന്ത്യയിൽ സപ്തർഷികൾ എന്ന പേര് വന്നത്. വലിയ തവിയുടെ രൂപം സങ്കല്പിച്ച് യൂറോപ്യൻ രാജ്യങ്ങളിൽ ബിഗ് ഡിപ്പർ എന്നും ഇതിന് പേര് നൽകിയിട്ടുണ്ട്. അർസ മേജർ എന്ന നക്ഷത്രഗണത്തിന്റെ ഭാഗമായാണ് ഇത് കാണപ്പെടുന്നത്. അതിൻ്റെ ചിത്രവും കൊടുത്തിട്ടുണ്ട്. അടുത്തത് ബഹിരാകാശ നിലയം എന്താണെന്നാണ് പറയുന്നത്. ഭൂമിയിൽ നിന്നാണല്ലോ നാം ബഹിരാകാശത്തുള്ള നക്ഷത്രങ്ങളെ നിരീക്ഷിച്ചത്. ബഹിരാകാശത്ത് നിന്ന് തന്നെ നിരീക്ഷണങ്ങൾ നടത്താനും പരീക്ഷണങ്ങൾ ചെയ്യാനും സൗകര്യമൊരുക്കിയാലോ? അതിനായി ബഹിരാകാശത്തൊരുക്കിയ പരീക്ഷണശാലയാണ് ബഹിരാകാശ നിലയം. ബഹിരാകാശ നിലയത്തിന്റെ അല്ലെങ്കിൽ സ്പേസ് സ്റ്റേഷന്റെ ഒരു ചിത്രം കൊടുത്തിട്ടുണ്ട് ഇവിടെ. അടുത്ത ഹെഡിംഗ് ആണ് ചന്ദ്രൻ. രാത്രികാലങ്ങളിൽ ആകാശത്ത് ഏറ്റവും കൂടുതൽ തെളിഞ്ഞും വലുതായും കാണുന്നത് ചന്ദ്രനാണല്ലോ. ഭൂമിയുടെ ഏറ്റവും അടുത്തുള്ള ആകാശഗോളമാണ് ചന്ദ്രൻ. ഭൂമിയുടെ ഏറ്റവും അടുത്തുള്ള ആകാശഗോളമാണ് ചന്ദ്രൻ. ഭൂമി എന്ന ഗ്രഹത്തെ ചന്ദ്രൻ ചുറ്റുന്നു. ഗ്രഹങ്ങളെ ചുറ്റുന്നവയാണ് ഉപഗ്രഹങ്ങൾ. ചന്ദ്രൻ ഭൂമിയുടെ ഉപഗ്രഹമാണ്. അപ്പോൾ ഭൂമി എന്ന ഗ്രഹത്തെ ചന്ദ്രൻ ചുറ്റുന്നു. ഗ്രഹങ്ങളെ ചുറ്റുന്നവയാണ് ഉപഗ്രഹങ്ങൾ എന്ന് പറയുന്നത്. ചന്ദ്രൻ ഭൂമിയുടെ ഉപഗ്രഹമാണ്. സൂര്യപ്രകാശം ചന്ദ്രനിൽ തട്ടി പ്രതിഫലിക്കുന്നതാണ് ചന്ദ്രന്റെ പ്രകാശമായി നാം കാണുന്നത്. ചന്ദ്രന്റെ പ്രകാശമായി നാം കാണുന്നത് എന്താണ്? സൂര്യപ്രകാശം ചന്ദ്രനിൽ തട്ടി പ്രതിഫലിക്കുന്നതാണ് ചന്ദ്രന്റെ പ്രകാശമായിട്ട് നാം കാണുന്നത്. ഭൂമിയോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന നക്ഷത്രമാണ് സൂര്യൻ. ഭൂമിയോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന നക്ഷത്രമാണ് സൂര്യൻ. സൂര്യനെ പോലെ കോടിക്കണക്കിന് നക്ഷത്രങ്ങൾ പ്രപഞ്ചത്തിലുണ്ട്. പല നക്ഷത്രങ്ങൾക്കും അവയെ ചുറ്റുന്ന ഗ്രഹങ്ങളും ഉപഗ്രഹങ്ങളും ഉണ്ട്. അപ്പോൾ ഭൂമിയോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന നക്ഷത്രം ഏതാണെന്ന് ചോദിച്ചാൽ അത് സൂര്യനാണ്. സൂര്യനെ പോലെ കോടിക്കണക്കിന് നക്ഷത്രങ്ങൾ പ്രപഞ്ചത്തിലുണ്ട്. പല നക്ഷത്രങ്ങളും അവയെ ചുറ്റുന്ന ഗ്രഹങ്ങളും ഉപഗ്രഹങ്ങളുമുണ്ട് പല നക്ഷത്രങ്ങൾക്കും. നക്ഷത്രങ്ങളെയും മറ്റ് ആകാശഗോളങ്ങളെയും എങ്ങനെ വേർതിരിച്ചറിയാം? സ്വയം പ്രകാശിക്കുന്ന ആകാശഗോളങ്ങളാണ് നക്ഷത്രങ്ങൾ. എന്നാൽ ഗ്രഹങ്ങളും ഉപഗ്രഹങ്ങളും സ്വയം പ്രകാശിക്കുന്നില്ല. അവയിൽ പതിക്കുന്ന പ്രകാശം പ്രതിഫലിപ്പിക്കുന്നത് കൊണ്ടാണ് അവ പ്രകാശിക്കുന്നതായിട്ട് നമുക്ക് തോന്നുന്നത്. അപ്പം നക്ഷത്രങ്ങളെയും ആകാശഗോളങ്ങളെയും തിരിച്ചറിയുന്ന കാര്യമാണ് പറയുന്നത്. സ്വയം പ്രകാശിക്കുന്ന ആകാശഗോളങ്ങളാണ് നക്ഷത്രങ്ങൾ. എന്നാൽ ഗ്രഹങ്ങളും ഉപഗ്രഹങ്ങളും സ്വയം പ്രകാശിക്കുന്നില്ല. അവയിൽ പതിക്കുന്ന പ്രകാശം പ്രതിഫലിപ്പിക്കുന്നത് കൊണ്ടാണ് അവ പ്രകാശിക്കുന്നതായിട്ട് നമുക്ക് തോന്നുന്നത്. അതുകൊണ്ട് തന്നെ ആകാശം നിരീക്ഷിക്കുമ്പോൾ നക്ഷത്രങ്ങൾ മിന്നുന്നതായും ഗ്രഹങ്ങൾ മിന്നാതെ പ്രകാശിക്കുന്നതായിട്ടും തോന്നുന്നു. അടുത്തതായിട്ട് സൗരയൂഥത്തിൻ്റെ ഒരു ചിത്രം കൊടുത്തിട്ടുണ്ട്. ചന്ദ്രൻ ഭൂമിയെ ചുറ്റുന്നത് പോലെ ഭൂമിയും സൗരയൂഥത്തിലെ മറ്റു ഗോളങ്ങളും സൂര്യനെ ചുറ്റുന്നുണ്ട്. ആകാശഗോളങ്ങളുടെ ഈ സഞ്ചാരപാതയാണ് പരിക്രമണ പഥം അല്ലെങ്കിൽ ഓർബിറ്റ്. അപ്പോൾ ചന്ദ്രൻ ഭൂമിയെ ചുറ്റുന്നത് പോലെ ഭൂമിയും സൗരയൂഥത്തിലെ മറ്റു ഗോളങ്ങളും സൂര്യനെ ചുറ്റുന്നുണ്ട്. ആകാശഗോളങ്ങളുടെ ഈ സഞ്ചാരപാതയാണ് പരിക്രമണ പഥം അല്ലെങ്കിൽ ഓർബിറ്റ്. സൂര്യനും സൂര്യനെ ചുറ്റുന്ന ഗ്രഹങ്ങളും ഉപഗ്രഹങ്ങളും മറ്റനേകം വസ്തുക്കളും ചേർന്നതാണ് സൗരയൂഥം അല്ലെങ്കിൽ സോളാർ സിസ്റ്റം. എന്താണ് സോളാർ സിസ്റ്റം? സൂര്യനും സൂര്യനെ ചുറ്റുന്ന ഗ്രഹങ്ങളും ഉപഗ്രഹങ്ങളും മറ്റനേകം വസ്തുക്കളും ചേർന്നതാണ് സൗരയൂഥം അല്ലെങ്കിൽ സോളാർ സിസ്റ്റം. അടുത്തതായിട്ട് കൃത്രിമോപഗ്രഹങ്ങൾ എന്നുള്ളൊരു ഹെഡിങ് കൊടുത്തിട്ടുണ്ട്. ക്യാമറയും മറ്റ് നിരവധി ഉപകരണങ്ങളും ഘടിപ്പിച്ച ചില യന്ത്ര സംവിധാനങ്ങൾ മനുഷ്യർ നിർമ്മിച്ച് ബഹിരാകാശത്തേക്ക് അയച്ചിട്ടുണ്ട്. അവ സദാ ഭൂമിയെ ചുറ്റിക്കൊണ്ടിരിക്കുന്നു. ഈ മനുഷ്യനിർമ്മിത യന്ത്രങ്ങളാണ് കൃത്രിമോപഗ്രഹങ്ങൾ അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ്സ്.
ക്യാമറയും മറ്റ് നിരവധി ഉപകരണങ്ങളും ഘടിപ്പിച്ച ചില യന്ത്ര സംവിധാനങ്ങൾ മനുഷ്യർ നിർമ്മിച്ച് ബഹിരാകാശത്തേക്ക് അയച്ചിട്ടുണ്ട്. അവ സദാ ഭൂമിയെ ചുറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഈ മനുഷ്യനിർമ്മിത യന്ത്രങ്ങളാണ് കൃത്രിമോപഗ്രഹങ്ങൾ അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ്. ഇത്തരം കൃത്രിമോപഗ്രഹങ്ങളാണ് GPS, ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റം പോലുള്ള സേവനങ്ങൾ ലഭിക്കുന്നത്. എന്താണ് പറഞ്ഞിട്ടുള്ളത്? ഇങ്ങനെയുള്ള കൃത്രിമോപഗ്രഹങ്ങളാണ് GPS പോലുള്ള സേവനങ്ങൾ ലഭ്യമാക്കുന്നത്. GPSന്റെ ഫുൾ ഫോം എന്താ? ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റം. അപ്പോൾ ക്യാമറയും മറ്റ് നിരവധി ഉപകരണങ്ങളും ഘടിപ്പിച്ച ചില യന്ത്ര സംവിധാനങ്ങൾ മനുഷ്യർ നിർമ്മിച്ച് ബഹിരാകാശത്തേക്ക് അയച്ചിട്ടുണ്ട്. അവ സദാ ഭൂമിയെ ചുറ്റിക്കൊണ്ടിരിക്കുന്നു. ഈ മനുഷ്യനിർമ്മിത യന്ത്രങ്ങളാണ് കൃത്രിമോപഗ്രഹങ്ങൾ അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ്. ഇത്തരം കൃത്രിമോപഗ്രഹങ്ങളാണ് GPS പോലുള്ള സേവനങ്ങൾ ലഭ്യമാക്കുന്നത്. കൃത്രിമോപഗ്രഹങ്ങൾ നമുക്ക് നൽകുന്ന സേവനങ്ങളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. എന്തൊക്കെയാണ്? വിദൂര സംവേദനത്തിന് സഹായിക്കുന്നുണ്ട്, അതുപോലെ ആശയവിനിമയം, അതുപോലെ ഗതി നിർണയം, ശാസ്ത്ര പര്യവേഷണങ്ങൾ, വിഭവ സ്രോതസ്സുകൾ കണ്ടെത്തലും രേഖപ്പെടുത്തലും, അതുപോലെ പ്രതിരോധം. ഇതൊക്കെ എന്താണ്? കൃത്രിമോപഗ്രഹങ്ങൾ നമുക്ക് നൽകുന്ന മറ്റ് സേവനങ്ങളാണ്. ഏതൊക്കെ ഒന്നുകൂടി നോക്കാം. വിദൂര സംവേദനം, ആശയവിനിമയം, ഗതി നിർണയം, ശാസ്ത്ര പര്യവേഷണങ്ങൾ, വിഭവ സ്രോതസ്സുകൾ കണ്ടെത്തലും രേഖപ്പെടുത്തലും, പ്രതിരോധം. അടുത്ത ഹെഡിംഗ് ആണ് ഇന്ത്യയുടെ കൃത്രിമോപഗ്രഹങ്ങൾ. വിവിധ ആവശ്യങ്ങൾക്കായി നമ്മുടെ രാജ്യം വിക്ഷേപിച്ച പ്രധാനപ്പെട്ട കൃത്രിമോപഗ്രഹങ്ങളും അവയുടെ ഉപയോഗങ്ങളും ആണ് ഇവിടെ ടേബിളിൽ കൊടുത്തിട്ടുള്ളത്. ഇൻസാറ്റ് ഒരു കൃത്രിമോപഗ്രഹമാണ്. അതിൻ്റെ ഉപയോഗം എന്താണ്? വാർത്താവിനിമയത്തിനാണ്. ഇൻസാറ്റ് വാർത്താവിനിമയത്തിനാണ് സഹായിക്കുന്നത്. എജ്യൂസാറ്റ് വിദ്യാഭ്യാസത്തിനാണ് ഉപയോഗിക്കുന്നത്. വിദ്യാഭ്യാസത്തിനാണ്. ഇനി എന്താണ്? IRNSS ഗതി നിർണയത്തിന് സഹായിക്കുന്ന ഒരു കൃത്രിമോപഗ്രഹമാണ് IRNSS. ഇനി കാർട്ടോസാറ്റ് ഭൗമ നിരീക്ഷണത്തിനാണ് ഉപയോഗിക്കുന്നത്. ഇനി ആസ്ട്രോസാറ്റ് ജ്യോതിശാസ്ത്ര പഠനത്തിനാണ്. ജ്യോതിശാസ്ത്ര പഠനം. GSAT 7 അതുപോലെ MESAT രണ്ടും പ്രതിരോധത്തിന് ഉപയോഗിക്കുന്ന കൃത്രിമോപഗ്രഹങ്ങളാണ്. GSAT 7ഉം MESATഉം പ്രതിരോധത്തിന് ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ ഒന്നുകൂടി നോക്കാം. ഇൻസാറ്റ് വാർത്താവിനിമയത്തിനാണ്. എജ്യൂസാറ്റ് വിദ്യാഭ്യാസമാണ്. IRNSS എന്താണ്? ഗതി നിർണയത്തിനാണ്. ഇനി കാർട്ടോസാറ്റ് ഭൗമ നിരീക്ഷണം. ആസ്ട്രോസാറ്റ് ജ്യോതിശാസ്ത്ര പഠനമാണ്. GSAT 7 അല്ലെങ്കിൽ MESAT ഇത് രണ്ടും പ്രതിരോധത്തിന് ഉപയോഗിക്കുന്നത്. അടുത്തതൊരു ബോക്സ് കൊടുത്തിട്ടുള്ളത് നാം വികസിപ്പിച്ച ഒരു സ്വതന്ത്ര പ്രാദേശിക ഗതിനിർണയ ഉപഗ്രഹ സംവിധാനമാണ് ഇന്ത്യൻ റീജിയണൽ നാവിഗേഷൻ സാറ്റലൈറ്റ് സിസ്റ്റം IRNSS. GPS-ന് സമാനമായ ഇന്ത്യൻ സംവിധാനമാണിത്. എന്താണ് പറഞ്ഞിട്ടുള്ളത്? നാം വികസിപ്പിച്ച ഒരു സ്വതന്ത്ര പ്രാദേശിക ഗതിനിർണയ ഉപഗ്രഹ സംവിധാനമാണ് IRNSS. GPS-ന് സമാനമായ ഇന്ത്യൻ സംവിധാനമാണ് IRNSS. നാവിക് എന്നാണ് ഈ ഒരു സാറ്റലൈറ്റിന് കൊടുത്തിട്ടുള്ള പേര്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ, നോട്ട് ചെയ്യണേ. ഉപഗ്രഹ വിക്ഷേപണം മെയ് 29 ഒരു പത്രവാർത്ത ആണ് കൊടുത്തിട്ടുള്ളത്. ബാംഗ്ലൂർ തദ്ദേശീയമായി വികസിപ്പിച്ച ഗതി നിർണയ ഉപഗ്രഹത്തിന്റെ വിക്ഷേപണം മെയ് 29 നടക്കും. GSLV F-12 റോക്കറ്റ് ഉപയോഗിച്ചാണ് ഉപഗ്രഹത്തെ ഭ്രമണപഥത്തിൽ എത്തിക്കുന്നത്. 18 മിനിറ്റ് കൊണ്ട് റോക്കറ്റ് ഉപഗ്രഹത്തെ അതിന്റെ ഭ്രമണപഥത്തിൽ എത്തിക്കും. ഉപഗ്രഹങ്ങളെയും ബഹിരാകാശ പേടകങ്ങളെയും ബഹിരാകാശത്ത് എത്തിക്കാൻ ഉപയോഗിക്കുന്ന വാഹനങ്ങളാണ് റോക്കറ്റുകൾ. നമ്മുടെ രാജ്യത്തിന്റെ ബഹിരാകാശ പദ്ധതികൾ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കുന്ന ബഹിരാകാശ സ്ഥാപനമാണ് ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ സംഘടന, ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ ISRO. അപ്പോൾ ഉപഗ്രഹങ്ങളെയും ബഹിരാകാശ പേടകങ്ങളെയും ബഹിരാകാശത്ത് എത്തിക്കാൻ ഉപയോഗിക്കുന്ന വാഹനങ്ങളാണ് റോക്കറ്റുകൾ. നമ്മുടെ രാജ്യത്തിന്റെ ബഹിരാകാശ പദ്ധതികൾ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കുന്ന ബഹിരാകാശ സ്ഥാപനമാണ് ISRO. അടുത്തതായിട്ട് 2 റോക്കറ്റുകളുടെ ചിത്രം കൊടുത്തിട്ടുണ്ട്. നമ്മുടെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രങ്ങൾ. തൂമ്പ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം കേരളത്തിലെ തിരുവനന്തപുരം ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നു. ഇന്ത്യയിലെ ആദ്യത്തെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രമാണ് തൂമ്പ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം. 1963 നവംബർ 21 സ്ഥാപിതമായത്. കേരളത്തിലെ തിരുവനന്തപുരം ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നതാണ് തുമ്പ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം. ഇന്ത്യയിലെ ആദ്യത്തെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രമാണ്. 1963 നവംബർ 21 സ്ഥാപിതമായത്.
രണ്ടാമതായിട്ട് കൊടുത്തിട്ടുള്ളത് സതീഷ് ധവാൻ സ്പേസ് സെൻറ്റർ. ആന്ധ്രാപ്രദേശിലെ ശ്രീഹരിക്കോട്ടയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. 1971 ഒക്ടോബറിലാണ് പ്രവർത്തനം ആരംഭിച്ചത്. 2 വിക്ഷേപണ തറകളാണ് സതീഷ് ധവാൻ സ്പേസ് സെൻറ്ററിലുള്ളത്. ആന്ധ്രാപ്രദേശിലെ ശ്രീഹരിക്കോട്ടയിൽ സ്ഥിതി ചെയ്യുന്നു. അതുപോലെ 1971 ഒക്ടോബറിലാണ് സതീഷ് ധവാൻ സ്പേസ് സെൻറ്റർ പ്രവർത്തനം ആരംഭിച്ചത്. വിക്രം സാരാഭായ്. വിക്രം സാരാഭായ് ഇന്ത്യൻ ബഹിരാകാശ പദ്ധതിയുടെ പിതാവ് എന്നറിയപ്പെടുന്നു. ഇന്ത്യയിൽ ബഹിരാകാശ സാങ്കേതിക വിദ്യ വികസിപ്പിക്കുന്നതിൽ അദ്ദേഹം പ്രധാന പങ്കുവഹിച്ചു. ഇദ്ദേഹത്തോടുള്ള ബഹുമാനാർത്ഥമാണ് തിരുവനന്തപുരത്തെ ബഹിരാകാശ ഗവേഷണ സ്ഥാപനത്തിന് വിക്രം സാരാഭായ് സ്പേസ് സെൻറ്റർ എന്നും ചന്ദ്രയാൻ്റെ ലാൻഡറിന് വിക്രം എന്നും പേര് നൽകിയത്. അപ്പോൾ വിക്രം സാരാഭായ് ആണ് ഇന്ത്യൻ ബഹിരാകാശ പദ്ധതിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത്. ഇന്ത്യയിൽ ബഹിരാകാശ സാങ്കേതിക വിദ്യ വികസിപ്പിക്കുന്നതിന് ഇദ്ദേഹം പ്രധാന പങ്കുവഹിച്ചിട്ടുണ്ട്. അതുപോലെ ഇദ്ദേഹത്തോടുള്ള ബഹുമാനാർത്ഥമാണ് തിരുവനന്തപുരത്തെ ബഹിരാകാശ ഗവേഷണ സ്ഥാപനത്തിന് വിക്രം സാരാഭായ് സ്പേസ് സെൻറ്റർ എന്ന പേര് നൽകിയത്. അതുകൂടാതെ ഇദ്ദേഹത്തോടുള്ള ബഹുമാനാർത്ഥം ചന്ദ്രയാൻ്റെ ലാൻഡറിന് വിക്രം എന്നും പേരു നൽകി. സതീഷ് ധവാൻ. ഇസ്രോയുടെ ചെയർമാനായിരുന്നു സതീഷ് ധവാൻ. ഇന്ത്യയുടെ തനതായ ബഹിരാകാശ സാങ്കേതിക വിദ്യകൾ വികസിപ്പിക്കുന്നതിന് നേതൃത്വം നൽകി. ഇദ്ദേഹത്തിൻ്റെ സ്മരണക്കായാണ് ശ്രീഹരിക്കോട്ടയിലെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം സതീഷ് ധവാൻ സ്പേസ് സെൻറ്റർ എന്ന പേരിൽ അറിയപ്പെടുന്നത്. അപ്പോൾ ഇസ്രോയുടെ ചെയർമാനായിരുന്നു ഇദ്ദേഹം. ഇന്ത്യയുടെ തനതായ ബഹിരാകാശ സാങ്കേതിക വിദ്യകൾ വികസിപ്പിക്കുന്നതിന് നേതൃത്വം നൽകി. ഇദ്ദേഹത്തിൻ്റെ സ്മരണക്കാണ് ശ്രീഹരിക്കോട്ടയിലെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം സതീഷ് ധവാൻ സ്പേസ് സെൻറ്റർ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ചാന്ദ്രയാത്രകൾ. ഭൂമിയോട് ഏറ്റവും അടുത്തുള്ള ആകാശഗോളമായ ചന്ദ്രനിലെത്താൻ മനുഷ്യന് എന്നും ആഗ്രഹമുണ്ടായിരുന്നു. 1961 ജൂലൈ 21 ഈ സ്വപ്നം സഫലമായത്. 1960 മുതൽ നടന്ന നിരന്തരമായ ഗവേഷണങ്ങളുടെ ഫലമായാണ് ഈ നേട്ടം കൈവരിക്കാനായത്. അമേരിക്കൻ ബഹിരാകാശ ഗവേഷണ സ്ഥാപനമായ നാസയുടെ അപ്പോളോ 11 എന്ന ചാന്ദ്ര പര്യവേഷണ പേടകത്തിലാണ് നീൽ ആംസ്ട്രോങ്, എഡ്വിൻ ആൾഡ്രിൻ എന്നീ ബഹിരാകാശ സഞ്ചാരികൾ ആദ്യമായി ചന്ദ്രനിലെത്തിയത്. മൈക്കൽ കോളിൻസ് ആണ് ഇവർ സഞ്ചരിച്ച പേടകം നിയന്ത്രിച്ചത്. അപ്പോൾ ചന്ദ്രനിലെത്തുക എന്നുള്ള സ്വപ്നം സഫലമായത് 1969 ജൂലൈ 21 ഏതാണ് നാസയുടെ അമേരിക്കൻ ബഹിരാകാശ ഏജൻസിയായ നാസയുടെ അപ്പോളോ 11 എന്ന ചാന്ദ്ര പര്യവേഷണ പേടകത്തിലാണ് നീൽ ആംസ്ട്രോങ് അതുപോലെ എഡ്വിൻ ആൾഡ്രിൻ എന്നീ ബഹിരാകാശ സഞ്ചാരികൾ ആദ്യമായിട്ട് ചന്ദ്രനിലെത്തിയത്. മൈക്കൽ കോളിൻസ് ആണ് ഇവർ സഞ്ചരിച്ച പേടകം നിയന്ത്രിച്ചത്. അപ്പോൾ ആദ്യമായി ഒരു മനുഷ്യൻ ചന്ദ്രനിൽ കാലുകുത്തിയത് എന്നാന്ന് ചോദിച്ചാൽ 1969 ജൂലൈ 21 അമേരിക്കയുടെ ബഹിരാകാശ ഗവേഷണ സ്ഥാപനമായ നാസയാണ് ഈ ഒരു ചാന്ദ്ര ദൗത്യത്തിന് നേതൃത്വം നൽകിയത്. അടുത്തതായി ഒരു ബോക്സ് കൊടുത്തിട്ടുണ്ട്. ബഹിരാകാശ വാരം. 1957 ഒക്ടോബർ 4 സോവിയറ്റ് യൂണിയൻ വിക്ഷേപിച്ച സ്പുട്നിക് 1 ആണ് ആദ്യത്തെ കൃത്രിമോപഗ്രഹം. ഇതിൻ്റെ വിക്ഷേപണത്തോടെയാണ് ബഹിരാകാശ യുഗം ആരംഭിക്കുന്നത്. അന്താരാഷ്ട്ര തലത്തിൽ ഒക്ടോബർ 4 മുതൽ 10 വരെ ബഹിരാകാശ വാരമായിട്ട് ആചരിക്കുന്നു. സ്പുട്നിക് 1 വിക്ഷേപണത്തിൻ്റെയും 1967 ഒക്ടോബർ 10 നിലവിൽ വന്ന അന്താരാഷ്ട്ര ബഹിരാകാശ സമാധാന ഉടമ്പടിയുടെയും ഓർമ്മയ്ക്കായിട്ടാണ് ഈ വാരാചരണം നടത്തുന്നത്. അപ്പോൾ 1957 ഒക്ടോബർ 4 സോവിയറ്റ് യൂണിയൻ വിക്ഷേപിച്ച സ്പുട്നിക് 1 ആണ് ആദ്യത്തെ കൃത്രിമോപഗ്രഹം. അതുപോലെ തന്നെ ഒക്ടോബർ 4 മുതൽ 10 വരെയാണ് ബഹിരാകാശ വാരമായിട്ട് ആചരിക്കുന്നത്. ഒക്ടോബർ 4 മുതൽ 10 വരെ ഇമ്പോർട്ടൻ്റ് ആണ്, നോട്ട് ചെയ്യണേ. സ്പുട്നിക് 1 വിക്ഷേപണത്തിൻ്റെയും അതുപോലെ 1967 ഒക്ടോബർ 10 നിലവിൽ വന്ന അന്താരാഷ്ട്ര ബഹിരാകാശ സമാധാന ഉടമ്പടിയുടെയും ഓർമ്മയ്ക്കായിട്ടാണ് ഈ വാരാചരണം നടത്തുന്നത്. അന്താരാഷ്ട്ര ബഹിരാകാശ സമാധാന ഉടമ്പടി നിലവിൽ വന്നതെന്നാണ് 1967 ഒക്ടോബർ 10. 1967 ഒക്ടോബർ 10 ഈ ഒരു അന്താരാഷ്ട്ര ബഹിരാകാശ സമാധാന ഉടമ്പടി നിലവിൽ വന്നത്. ഈ ഒരു 2 കാര്യത്തിൻ്റെയും ഓർമ്മയ്ക്കായിട്ടാണ് ഒക്ടോബർ 4 മുതൽ 10 വരെ ബഹിരാകാശ വാരമായിട്ട് ആചരിക്കുന്നത്. അടുത്ത ഹെഡിംഗ് ആണ് ഇന്ത്യയുടെ ചാന്ദ്ര ദൗത്യങ്ങൾ. ചന്ദ്രയാൻ 1 നമ്മുടെ രാജ്യത്തിൻ്റെ ആദ്യ ചാന്ദ്ര പര്യവേഷണ പേടകമാണ് ചന്ദ്രയാൻ 1. 2008 ഒക്ടോബർ 22 ശ്രീഹരിക്കോട്ടയിൽ നിന്നാണ് ഇത് വിക്ഷേപിച്ചത്. ചന്ദ്രൻ്റെ 100 കിലോമീറ്റർ അകലെയുള്ള പരിക്രമണ പഥത്തിലൂടെ ചുറ്റി സഞ്ചരിച്ച് ചന്ദ്രൻ്റെ ഉപരിതലത്തെക്കുറിച്ച് പഠനം നടത്തുകയാണ് ചന്ദ്രയാൻ 1 ചെയ്തത്. അപ്പോൾ ചന്ദ്രയാൻ 1 ആണ് നമ്മുടെ
രാജ്യത്തിൻ്റെ ആദ്യത്തെ ചാന്ദ്ര പര്യവേഷണ പേടകം ചന്ദ്രയാൻ 1 ആണ്. 2008 ഒക്ടോബർ 22 ശ്രീഹരിക്കോട്ടയിൽ നിന്നാണ് ഇത് വിക്ഷേപിച്ചത്. ചന്ദ്രൻ്റെ 100 കിലോമീറ്റർ അകലെയുള്ള പരിക്രമണ പഥത്തിലൂടെ ചുറ്റി സഞ്ചരിച്ച് ചന്ദ്രൻ്റെ ഉപരിതലത്തെക്കുറിച്ച് പഠനം നടത്തുകയാണ് ചന്ദ്രയാൻ 1 ചെയ്തത്. ചന്ദ്രയാൻ 2 ഇന്ത്യയുടെ രണ്ടാമത്തെ ചാന്ദ്ര പര്യവേഷണ പേടകമാണ് ചന്ദ്രയാൻ 2. 2019 ജൂലൈ 22 ഇത് വിക്ഷേപിച്ചത്. ചന്ദ്രനിൽ ഇറങ്ങി പാറകളുടെയും മണ്ണിൻ്റെയും പ്രത്യേകതകൾ പഠിക്കുകയായിരുന്നു ഇതിൻ്റെ ലക്ഷ്യം. അപ്പോൾ ചന്ദ്രയാൻ 2 എന്നാണ് വിക്ഷേപിച്ചത് 2019 ജൂലൈ 22. എന്താണ് ഇതിൻ്റെ ദൗത്യം? എന്തായിരുന്നു? ചന്ദ്രനിൽ ഇറങ്ങി പാറകളുടെയും മണ്ണിൻ്റെയും പ്രത്യേകതകൾ പഠിക്കുകയായിരുന്നു ഇതിൻ്റെ ലക്ഷ്യം. അടുത്തത് ചന്ദ്രയാൻ 3. ചന്ദ്രൻ്റെ ദക്ഷിണ ധ്രുവത്തിൽ ഇറങ്ങിയ ആദ്യ പേടകമാണ് ചന്ദ്രയാൻ 3. ഇത് 2023 ജൂലൈ 14 വിക്ഷേപിച്ചത്. 2023 ഓഗസ്റ്റ് 23 ചന്ദ്രോപരിതലത്തിൽ ലാൻഡർ ഇറങ്ങി. അതിൽ നിന്നുള്ള റോവർ ചന്ദ്രോപരിതലത്തിൽ സഞ്ചരിച്ച് പരീക്ഷണങ്ങളിൽ ഏർപ്പെട്ടു. അപ്പോൾ ചന്ദ്രയാൻ 3 വിക്ഷേപിച്ചത് 2023 ജൂലൈ 14 2023 ഓഗസ്റ്റ് 23 ഇത് ചന്ദ്രോപരിതലത്തിൽ ലാൻഡർ ഇറങ്ങുന്നത്. എന്തായിരുന്നു ചന്ദ്രയാൻ 3ൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത? ചന്ദ്രൻ്റെ ദക്ഷിണ ധ്രുവത്തിൽ ഇറങ്ങിയ ആദ്യ പേടകമാണ് ചന്ദ്രയാൻ 3. അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ചന്ദ്രയാൻ ദൗത്യത്തെക്കുറിച്ച് ഒരുപാട് തവണ PSC ചോദിച്ചിട്ടുണ്ട്. ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഡേറ്റ് ഒക്കെ നോട്ട് ചെയ്യണേ. അടുത്തത് മറ്റ് ഇന്ത്യൻ പദ്ധതികൾ. ചന്ദ്രനെ പറ്റി മാത്രമല്ല മറ്റ് ആകാശഗോളങ്ങളെ പറ്റി പഠിക്കാനും നമുക്ക് പദ്ധതികളുണ്ട്. അപ്പോൾ ഒരു ബോക്സ് കൊടുത്തിട്ടുണ്ട്, ടേബിൾ കൊടുത്തിട്ടുണ്ട്. മംഗൾയാൻ്റെ ചിത്രം കൊടുത്തിട്ടുണ്ട്. ചൊവ്വ പര്യവേഷണമായിരുന്നു മംഗൾയാൻ പദ്ധതിയുടെ ലക്ഷ്യം? മംഗൾയാൻ ദൗത്യത്തിൻ്റെ ലക്ഷ്യം എന്തായിരുന്നു? ചൊവ്വ പര്യവേഷണം. ഇനി ആദിത്യ L1 സൗര പര്യവേഷണമാണ് ആദിത്യ L1. ഗഗൻയാൻ പദ്ധതി എന്തായിരുന്നു? ബഹിരാകാശ പര്യവേഷണം അല്ലേ? മനുഷ്യരെ ബഹിരാകാശത്തെത്തിക്കാനുള്ളൊരു പദ്ധതിയായിരുന്നു ഗഗൻയാൻ പദ്ധതി. അപ്പോൾ മംഗൾയാൻ പദ്ധതിയുടെ ലക്ഷ്യം എന്തായിരുന്നു? ചൊവ്വ പര്യവേഷണം. ആദിത്യ L1 സൗര പര്യവേഷണത്തിനായിരുന്നു ആദിത്യ L1 അയച്ചത്. അതുപോലെ ഗഗൻയാൻ എന്തായിരുന്നു? ബഹിരാകാശ പര്യവേഷണമാണ്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ, നോട്ട് ചെയ്യണേ. അപ്പോൾ ഈ ഒരു ചാപ്റ്റർ ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഞാൻ ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്ത് തന്നെ പഠിക്കണേ. അതുപോലെ ടെലഗ്രാമിൽ നടത്തുന്ന പോൾ എക്സാമും അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കാം. ടെലഗ്രാമിൽ ജോയിൻ ചെയ്യാത്തവർക്കായിട്ട് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സും കൊടുത്തിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം. ഓക്കെ ഫ്രണ്ട്സ്, താങ്ക് യു.